അപ്പോൾ ഞാനിന്ന് പോയതൊരു വലിയ കക്കിരിക്ക തോട്ടത്തിലോട്ടാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറേ കക്കിരിക്ക ഇങ്ങനെ പൂത്തിരിക്കണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതിൻ്റെ അടുത്ത് പോകുന്തോറും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ? ആ കക്കിരിക്ക തോട്ടത്തിൻ്റെ അറേഞ്ച്മെൻ്റാണ് കേട്ടോ. നടന്ന് നടന്ന് ഓരോ കക്കിരിക്കയും വലിപ്പം നോക്കി, അതേപോലെ ഇത് പഴുത്തിട്ടുണ്ടോ, ഇത് പഴുത്തിട്ടില്ലേ, ഇത് പച്ചയാണോ, ഇത് ചെറിയ കായാണോ, അങ്ങനെയൊക്കെ നോക്കി നോക്കി നമുക്കത് പറിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് അവർ ആ തോട്ടം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ കക്കിരി കണ്ടപ്പോൾ തന്നെ ഞാൻ കക്കിരിക്ക ഒന്ന് എടുക്കാൻ നോക്കി. പക്ഷേ ഭയങ്കര വെയിറ്റ് ഉണ്ടായതുകൊണ്ട് ഞാൻ അത് പൊക്കിയില്ല. പക്ഷേ തൊട്ടപ്പായിൽ ഫുള്ള് കുറേ മുള്ളുണ്ടായിരുന്നു കേട്ടോ. കൈ കുത്തി കയറിയെങ്കിലും പക്ഷേ കക്കിരിക്ക കണ്ട കൊതിയിൽ ഞാൻ അവിടെ നിന്ന് കൈ എടുത്തില്ല. പിന്നെ കണ്ടതൊരു കുഞ്ഞി കക്കിരിക്ക കേട്ടോ. ആ കക്കിരിക്ക കണ്ടപ്പോൾ അപ്പം തന്നെ ഞാൻ കയ്യിൽ വാരിയെടുത്തു. പക്ഷേ ഒരു അബദ്ധം പറ്റിപ്പോയി, അതിൽ ഫുള്ള് ഉറുമ്പായിരുന്നു കേട്ടോ. എൻ്റെ കൈ മൊത്തം ഉറുമ്പ് കടിച്ചു. പിന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ കക്കിരിക്ക തോട്ടവും എനിക്കൊന്ന് സന്ദർശിക്കണം എന്ന് തോന്നി കേട്ടോ. കാരണം ഈ പച്ചപ്പുള്ള ഈ സ്ഥലത്ത് നമ്മൊന്ന് കാല് കുത്തിയാൽ എന്ത് രസമായിരിക്കും. കാരണം പ്രകൃതിയുടെ ഭംഗിയാണ് ഈ പച്ചപ്പല്ലേ. അതേപോലെ തന്നെ ഈ കൃഷികളൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെയധികം മനസ്സിൽ സന്തോഷം തോന്നും. കാരണം നമ്മൾ തന്നെ നട്ട് വളർത്തി നമ്മൾ തന്നെ അത് ഭക്ഷിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കുമ്പോൾ, കാരണം സാധാരണ നമ്മൾ ഇറക്കുമതി കയറ്റുമതി അങ്ങനെ പുറത്തുനിന്ന് മേടിച്ച് നമ്മൾ കഴിക്കാറല്ലേ. പക്ഷേ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമുക്കറിയുന്ന ആൾക്കാർ ഇങ്ങനെ കൃഷി ചെയ്ത് അത് വലിയ ലെവലിൽ കൊണ്ടുവന്ന് അതിങ്ങനെ വിൽക്കുന്നതും അത് നമ്മൾ ഭക്ഷിക്കുന്നതും ഏറ്റവും വലിയൊരു സന്തോഷമായ ഒരു കാര്യമല്ലേ. പൊതുവെ പുറത്തുനിന്ന് മേടിച്ച് കഴിക്കണേക്കാളും നല്ലത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഇങ്ങനത്തെ ഭക്ഷ്യ സാധനങ്ങൾ കഴിക്കണമല്ലേ ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ ഫുള്ള് ചുറ്റിക്കറങ്ങി കുറേ കൃഷി അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ കയ്യിലൊരു കക്കിരിക്ക കിട്ടി, നല്ല പഴുത്ത നാടൻ കക്കിരിക്ക കേട്ടോ. ആ കക്കിരിക്ക ഞാനങ്ങോട്ട് കയ്യിൽ വാരിയെടുത്ത് അതൊന്ന് പൊളിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ പൊളിച്ചാലെങ്ങാനും ഈ കൃഷിക്കാരനൊന്നും ചീത്ത കിട്ടിയാലോ, അതുകൊണ്ട് ഞാനതൊന്നും പൊളിച്ചില്ല. പിന്നെ ആ സമയത്ത് കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാനത് പൊളിച്ചില്ല. അതിൻ്റെ പിറകിലൊരു വലിയ കുളം ഉണ്ടായിരുന്നു കേട്ടോ. എന്നാൽ എന്തായാലും ആ കുളം ഒന്ന് ഫുള്ള് ചുറ്റി കാണാൻ തോന്നി. പിന്നെ ഞാൻ കണ്ടൊരു കാഴ്ചയാണ്, ഈ കുളത്തിൻ്റെ അപ്പുറത്ത് എന്തോ കുറച്ച് നട്ടുണ്ടല്ലോ എന്ന് ആലോചിച്ച്. അപ്പം ഞാൻ അങ്ങോട്ട് പതുക്കെ പതുക്കെ നടന്നു തുടങ്ങി കേട്ടോ. കാരണം ചെരുപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം കൃഷിയുടെ ഉള്ളിൽ ചെരുപ്പിടാൻ പാടില്ലെന്ന് അവർ പറഞ്ഞാലും ഞാൻ ചെരുപ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാല് കുറച്ച് നല്ല ചൂടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമ്മൾ ഈ പച്ചപ്പിൻ്റെ ഇടയിലല്ലേ പോകുന്നത്, നല്ല രസമാണ്. അപ്പം ഞാൻ ഇങ്ങനെ നടന്നു പോയി. പിന്നീട് ഞാൻ കണ്ട കാഴ്ചയാട്ടോ, അവിടെ ഇങ്ങനെ കുറേ കക്കിരിക്ക ചെടി പുതിയതായിട്ട് നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറേ മഞ്ഞ മഞ്ഞ പൂക്കൾ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് സന്തോഷമായി, കാരണം അവർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഈ കൃഷിക്ക് ആവശ്യമായ ഒരു കുളം തന്നെ അവരവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ കുറേ വലിയ വലിയ കക്കിരിക്ക അവിടെയുണ്ട്. ഇതിനെല്ലാം അപ്പുറം ഒരു വലിയ കക്കിരിക്ക ഞാനിപ്പോൾ കാണിച്ചു തരട്ടെ. ഇത് കണ്ടോ, ഇതാണ് ഏറ്റവും വലിയ കക്കിരിക്കായിട്ട് ഞാൻ പോയ സമയത്ത് കണ്ടത് കേട്ടോ. പിന്നെ അതേപോലെ കുഞ്ഞു കുഞ്ഞു കുറേ കക്കിരിക്ക അവിടെ ഉണ്ടായിരുന്നു. പഴുത്തതും പഴുക്കാത്തതും പച്ചയും ചെറുതും എല്ലാ ടൈപ്പിലുള്ള കക്കിരിക്ക ഞാൻ കണ്ടു കേട്ടോ. പക്ഷേ എനിക്കത് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഞാനത് പൊട്ടിച്ച് കഴിച്ച് എങ്ങാനും അവിടുത്തെ ഓണർ വന്ന് എന്നെ തല്ലും, അതുകൊണ്ട് ഞാനത് പറിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കണ്ടത് ഒരു ലോങ് വ്യൂ ആണ്. കാരണം ആ വ്യൂ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, കാരണം ഫുൾ പച്ചപ്പ് കാണുന്ന അത്ര ഭംഗി. ഇത് കണ്ടോ എത്ര വലിയ കക്കിരിക്ക, അതേപോലെ വേറൊരെണ്ണം. പിന്നെ ഞാൻ കണ്ട ഒരു കാഴ്ചയാട്ടോ, ഇത്ര കക്കിരിക്ക നട്ട് വളർത്തിയുണ്ട്. ഇനി ഇതിന് ദൃഷ്ടി വരാതിരിക്കാൻ ഇങ്ങനൊരു പാവ എന്തായാലും ആവശ്യമാണ്. ഇത് കണ്ടോ എന്തോരം കക്കിരിക്ക അവർ നട്ട് വളർത്തി സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. അത് കുറേ പേർക്ക് ഇങ്ങനെ വിൽക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അടിപൊളിയല്ലേ. ഇങ്ങനത്തെ ഒരു കൃഷി സ്ഥലത്ത് പോയത് ഞാൻ വളരെ സന്തോഷപ്പെടുന്നു.